ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ചേർന്ന് വരുവാൻ ദൈവം നൽകിയ സാവകാശത്തെ ഓർത്ത് സന്തോഷിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ പല ക്ലാസ്സുകളിലായിട്ട് നാം സഭകളുടെ ക്രിസ്തു വിശ്വസ്ത സാക്ഷിയാണ് എന്നുള്ളതായ പ്രധാനപ്പെട്ട പാഠമായിരുന്നുവല്ലോ ചിന്തിക്കുവാൻ ഇടയായിട്ട് തീർന്നുകൊണ്ടിരുന്നത്. ആ ബന്ധത്തിൽ വിശദമായ ചില ആത്മീക സത്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിക്കുവാൻ ഇടയായിട്ട് തീർന്നിരുന്നു. നമ്മൾ ആ പഠനത്തിൻ്റെ ഒടുവിലത്തെ ഭാഗത്തേക്ക് വരികയാണ്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തെ അധികരിക്കുന്നതായ ചില സത്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. അതിൽ വളരെ സുപരിതമായ ചില വാക്യങ്ങൾ, ഒരു വാചകമുണ്ട്: മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക. അത് നമ്മുടെ കർത്താവ് ആ സഭയ്ക്ക് നൽകുന്നതായ വളരെ പ്രധാനപ്പെട്ടൊരു പ്രബോധന വാക്യമാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിച്ചതുപോലെ ഈ പ്രബോധന വാക്യം നമ്മളും പലപ്പോഴും വ്യക്തിപരമായിട്ടുമൊക്കെ ആളുകളോട് പറയാറുണ്ട്. ചില ശുശ്രൂഷകളിൽ അത് ഉപയോഗിക്കുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് നമ്മൾ ചിന്തിച്ചു വന്ന വിഷയബന്ധത്തിൽ കേവലം താൽക്കാലികമായി മാത്രമല്ല, പിന്നെയോ മരണം വില കൊടുത്തും വിശ്വസ്തത സൂക്ഷിക്കണം എന്നുള്ളതായ വലിയ പാഠം നമ്മൾ കാണാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം നാം പരിശോധിക്കുമ്പോൾ അവിടെ നിന്ന് 3 വാക്കുകൾ നമ്മളൊന്ന് എടുത്ത് ചിന്തിക്കാനായിട്ട് ശ്രമിച്ചു. 2 വാക്കുകൾ ഓർക്കാനിടയായിട്ട് തീർന്നു. സഹിപ്പാനുള്ളത് എന്നൊരു പ്രയോഗം നാം അവിടെ കാണുന്നുണ്ട്. ക്രിസ്തീയ ജീവിതം ഒത്തിരി സഹനത്തിൻ്റേതാണ് എന്നുള്ളതായ അടിസ്ഥാന സത്യം നമുക്കവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. 2-ാമത്തെ വാക്ക് ഓർക്കുന്നുണ്ടോ? പരീക്ഷിക്കേണ്ടതിന്. അപ്പോൾ ദൈവമക്കളായ നാം പ്രത്യേകിച്ചും പിശാചിൻ്റെ ആളുകളുടെയും പരീക്ഷയിൽ അകപ്പെട്ടു പോകുന്നതിനുള്ളതായ സാധ്യതയുണ്ട്. അപ്പോൾ വിശ്വസ്തതയിൽ നിന്ന് വ്യതിചലിപ്പിക്കേണ്ടതിന് വേണ്ടി പല പരീക്ഷകളിലും കൊടുക്കാനുള്ളതായ സാധ്യതയുണ്ട് എന്നുള്ളതായ കാര്യം നമ്മൾ കണ്ടു. കഴിഞ്ഞകാല സഭാചരിത്രത്തിൽ എത്രയോ ഭക്തന്മാരാണ് പരീക്ഷകളിൽ ഒരു പോറൽ പോലും ഏൽക്കാതെ ജയാളികളായിട്ട് സാക്ഷ്യം വഹിക്കുവാൻ ഇടയായിട്ട് തീർന്നിട്ടുള്ളത്. എബ്രായ ലേഖനം പറയുന്നത് പോലെ സാക്ഷികളുടെ വലിയൊരു സമൂഹം അങ്ങനെ നമ്മുടെ ചുറ്റും ഉണ്ട്. അപ്പോൾ അവരുടെ ജീവിതം നമുക്കൊരു വലിയ പ്രചോദനമാണ്. വളരെ കടുത്ത പരീക്ഷകളിൽ അവർ എത്രയോ ജയാളികളായി ജീവിച്ചു, സാക്ഷ്യം വഹിച്ചു എന്നുള്ളത് നമുക്കൊരു പ്രചോദനമായിട്ട് ഇരിക്കുന്നു. 3-ാമത്തെ വാക്കും പറഞ്ഞാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചത്. ഉപദ്രവമുണ്ടാകും എന്നുള്ളതായ ഒരു മുന്നറിയിപ്പ് ആ സഭയ്ക്ക് സഭകളുടെ ക്രിസ്തു നൽകുന്നതായി നമ്മൾ കാണുന്നുണ്ട്. ഉപദ്രവം ഉണ്ടാകും എന്നുള്ളത് അത് നമ്മളുടെ കുഴപ്പമായിട്ടല്ല ഇരിക്കുന്നത്. അതുകൊണ്ട് ആ വലിയ സത്യം നമ്മൾ ഓർക്കേണ്ടുന്നതാണ്. ആർക്ക് ഉപദ്രവം ഉണ്ടാകുമെന്നാണ് നമ്മൾ തിമോഥെയോസിൻ്റെ ലേഖനത്തിൽ വായിക്കുന്നത്. 2 തിമോഥെയോസ് 3-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ ഭക്തിയോട് ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും. അതുകൊണ്ട് ഉപദ്രവങ്ങൾ, പ്രയാസങ്ങൾ ഒക്കെ നേരിടുക എന്നുള്ളത് വിശ്വാസ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇരിക്കുന്നത്. അതിലങ്ങനെ അതിശയിക്കാനൊന്നുമില്ല. അത് ദൈവത്തിൻ്റെ ഒരു പ്രവർത്തന പദ്ധതി കൂടിയായിട്ടാണ്
ഇരിക്കുന്നത്. ഈ 12-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഈ വലിയ സത്യം വെളിപ്പെടുത്തുമ്പോൾ അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ തൻ്റെ അനുഭവം വ്യക്തമാക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ആ വാക്യം നമുക്കറിയാവുന്നതായിരിക്കും, എന്നാലും ഇത് തമ്മിലൊന്ന് ചേർത്ത് ചിന്തിക്കുന്നത് നല്ലതാണ്. 2 തിമോഥെയോസ് 3-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം ആ ബന്ധത്തിൽ നമുക്ക് ഒന്ന് വായിക്കാം. 2 തിമോഥെയോസ് 3-ന്റെ 11-ാമത്തെ വാക്യം. അന്ത്യോക്യയിലും ഇക്കോന്യയിലും ലുസ്ത്രയിലും എനിക്ക് സംഭവിച്ച ഉപദ്രവവും കഷ്ടാനുഭവവും കണ്ടറിഞ്ഞിരിക്കുന്നു. ഞാൻ എന്തെല്ലാം ഉപദ്രവം സഹിച്ചു, അതിലെല്ലാറ്റിൽ നിന്നും കർത്താവ് എന്നെ വിടുവിച്ചു. അപ്പോൾ അവിടെ പൗലോസ് പറയുന്നതായ കാര്യം തിമോഥെയോസിന് അറിയാവുന്ന കാര്യമാണ്. ആ ഉപദ്രവം ഉണ്ടായ ചില സ്ഥലങ്ങളും എടുത്തു പറയുകയാണ്. അന്ത്യോക്യയിലും ഇക്കോന്യയിലും ലുസ്ത്രയിലും എനിക്ക് സംഭവിച്ച ഉപദ്രവം, അവിടെ തിമോഥെയോസിനോട് പറയുന്ന ഉപദ്രവവും കഷ്ടാനുഭവമൊക്കെ നീ കണ്ടറിഞ്ഞിരിക്കുന്നു. തിമോഥെയോസിന് അത് വളരെ നന്നായിട്ടറിയാം. കാരണം ഇതിൻ്റെയൊക്കെ കൂട്ടത്തിലുള്ള പങ്കാളിത്തം തിമോഥെയോസിനും ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. അപ്പോൾ പൗലോസിന് ഇങ്ങനെ ഉപദ്രവങ്ങളും കഷ്ടങ്ങളും നേരിട്ടത് പൗലോസിലെ എന്തെങ്കിലും പാപം കൊണ്ടാണോ? ഒരിക്കലുമല്ല. അതുകൊണ്ട് പൗലോസ് ആ കാര്യം വളരെ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിക്കുക. അനുഭവം പറഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ആദ്യം കണ്ട വാക്യം പറയുന്നത്. ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും. അപ്പോൾ ദൈവഭക്തിയോടുകൂടി ജീവിക്കാനായിട്ട് ഒരാൾ തീരുമാനിക്കുമ്പോൾ നല്ല സുഖകരമായ സാഹചര്യവും കാലാവസ്ഥയും ഒക്കെ ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. പിന്നെയോ കൂടുതൽ ഭക്തിയോടെ ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ഉപദ്രവവും പ്രതികൂലങ്ങൾ കേവലം സ്വാഭാവികമാണ് എന്നുള്ളതായ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ പറയുന്നത് ഉപദ്രവത്തിൻ്റെയും എതിർപ്പിൻ്റെയും പ്രയാസങ്ങളുടെയും നടുവിൽ നമ്മൾ ക്ഷീണിച്ചു പോകാതെ നമ്മെ തന്നെ സൂക്ഷിക്കാനുള്ളതായ വലിയ ആവശ്യകതയുണ്ട്. ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. പക്ഷെ അവിടെ പൗലോസിൻ്റെ ആ വാക്കുകൾ ഒടുവിലേക്ക് വരുമ്പോൾ എന്തൊരാശ്വാസമാണ് നമുക്ക് നൽകുന്നത്. അവിടെ പറയുന്നത് എന്തെല്ലാം ഉപദ്രവമാണ് ഉണ്ടായത്, സഹിച്ചത്. പക്ഷെ ഒടുവിലത്തെ വാചകം എന്താ? അതിലെല്ലാറ്റിൽ നിന്നും കർത്താവ് എന്നെ വിടുവിച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഉപദ്രവവും പ്രയാസമൊക്കെ ഉണ്ടാകും. പക്ഷെ നമ്മൾ കർത്താവിനോട് ചേർന്ന് നിന്നാൽ നമ്മെ കർത്താവ് അതിൽ നിന്നൊക്കെ വിടുവിക്കുവാൻ ഇടയായിട്ട് തീരും എന്നുള്ളത് നമുക്ക് വളരെ പ്രചോദനം നൽകുന്നതായൊരു സത്യമാണ്. ഞാൻ ഈ വാചകം വായിച്ചപ്പോൾ അതിൻ്റെ അടുത്ത അധ്യായത്തിൽ പറയുന്നൊരു കാര്യം എൻ്റെ ഓർമ്മയിൽ വരാനിടയായിട്ട് തീർന്നു. ഈ 2 തിമോഥെയോസ് 4-ാം അധ്യായത്തിനൊരു പ്രത്യേകതയുള്ളത് നമ്മൾ പലപ്പോഴും ഓർക്കാറുണ്ട്. പൗലോസിൻ്റെ എഴുത്തുകളുടെ ഏറ്റവും ഒടുവിലത്തെ അധ്യായമാണ് 2 തിമോഥെയോസ് 4-ാം അധ്യായം. അപ്പോൾ അവിടെ ആ ദൈവദാസൻ പറയുന്നത് എല്ലാവരും എന്നെ കൈവിട്ടു. ഞാൻ പലപ്പോഴും അത്ഭുതത്തോടെ ഓർക്കും. ഇദ്ദേഹം വളരെ സീനിയറായിട്ടുള്ളൊരു ദൈവദാസനാണ് എന്ന് പറയാം. കാരണം തൻ്റെ നിര്യാണകാലം അടുത്തിരിക്കുകയാണ്. അപ്പോൾ താൻ ഒറ്റപ്പെടുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ എത്ര ചിന്താർഹമായ വാക്കുകളാണ്. എല്ലാവരും എന്നെ കൈവിട്ടു. അനേക നാളുകൾ കൂടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം വിട്ടുപോകാനും ഇടയായിട്ട് തീർന്നു. വിട്ടുപോയതിൽ അത്ഭുതമില്ലെന്നാണ് പറയുന്നത്. കാരണം അന്നത്തെ കാരാഗ്രഹവാസം അതികഠിനമായിട്ടുള്ള ഒരു അനുഭവം ആയിരുന്നു. അതിൻ്റെ ചില വിശദീകരണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോകാനിടയായിട്ട് തീർന്നു. നമുക്കൊന്ന് സങ്കല്പിക്കാൻ കഴിയാത്തതായ വളരെ കഠിനമായ പ്രതിസന്ധികളിലൂടെയാണ് ആ ദൈവദാസൻ കടന്നുപോയത്. അപ്പോൾ പലരും അതുവരെ കൂടെ വന്ന ആളുകളും പിന്നെ തീരുമാനിച്ചു പൊക്കളയാം എന്ന് തീരുമാനിച്ചു. അപ്പോൾ പൗലോസിനെ എല്ലാവരും കൈവിട്ടു എന്നുള്ളതായ കാര്യം നമ്മൾ കാണുകയാണ്. അവിടെ പൗലോസ് മറ്റൊരു വാക്ക് പറയുന്നുണ്ട്, കർത്താവ് എനിക്ക് തുണ നിന്നു.
അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഇവിടെയും ആ സ്വരത്തിലാണ് നാം ഇത് വായിക്കുന്നത്. അതിൽ എല്ലാറ്റിൽ നിന്നും കർത്താവ് എന്നെ വിടുവിച്ചു. അപ്പോൾ നമ്മെ വിടുവിക്കാനും നമുക്ക് തുണ നിൽക്കാനും നിൽക്കേണ്ടതുപോലെ നിൽക്കാനും ആർക്കേ പറ്റുകയുള്ളൂ? നമ്മുടെ കർത്താവിന് മാത്രമേ കഴിയുകയുള്ളൂ. വേറെ ആരൊക്കെ നമുക്ക് തുണ നിൽക്കാമെന്ന് പറഞ്ഞാലും അതിലെല്ലാം പരിമിതി ഉണ്ടാകും. അതുകൊണ്ട് പൗലോസിൻ്റെ ഈ വാക്കുകൾ നമുക്കൊരു വലിയ പ്രചോദനമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഉപദ്രവം ഉണ്ടാകും, അത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഇരിക്കുകയാണ്. അവിടെയാണ് നാം രൂപപ്പെടേണ്ടതുപോലെ രൂപപ്പെടുവാൻ ഇടയായിട്ട് തീരുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാം നടുവിൽ കർത്താവ് നമ്മോട് കൂടെ ഇരിക്കുകയും ഇങ്ങനെയുള്ള ഉപദ്രവത്തിൽ നിന്ന് വിടുവിക്കുകയും നമുക്ക് സഹായമായിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കും. ഒരു പ്രായോഗിക പാഠം ഞാൻ ഇങ്ങനെ പറയട്ടെ. ഉപദ്രവത്തിൻ്റെയും എതിർപ്പിൻ്റെയും കഷ്ടതയുടെയും ഒക്കെ നടുവിൽ 121 സങ്കീർത്തനത്തിൽ വായിക്കുന്ന പോലെ ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രതിസന്ധികളുടെ നടുവിൽ, പ്രശ്നത്തിൻ്റെ നടുവിൽ നമുക്ക് നമ്മുടെ കർത്താവിൽ ആശ്രയിക്കാനായിട്ട് സാധിക്കട്ടെ. അങ്ങനെ ആശ്രയിക്കാനായിട്ട് സാധിച്ചാൽ നമ്മുടെ കർത്താവ് ഏത് പ്രശ്നങ്ങളിലും നമുക്ക് വിടുതൽ നൽകുവാൻ കഴിയുന്നവനാണ് എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. ഈ സഭയോട് കർത്താവ് പറയുക, 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവവും ഉണ്ടാകും. അവിടെ ഒരു വലിയ ആശ്വാസമില്ലേ? കാരണം ഉപദ്രവം ഉണ്ടാകുന്ന ഒരു അവ്യക്തതയിലല്ല പറയുന്നത്. എത്ര ദിവസത്തേക്കേ ഉള്ളൂ? 10 ദിവസത്തേക്കേ ഉള്ളൂ. അപ്പോൾ നോക്കണേ, നമ്മെ വിടുവിക്കുന്ന, നമ്മെ സഹായിക്കുന്ന, നമ്മോട് കൂടെ ഇരിക്കുന്ന കർത്താവ് എത്ര ദിവസം ഉപദ്രവം ഉണ്ടെന്നും കർത്താവിനറിയാം, ഇല്ലേ? കർത്താവിനത് വളരെ കൃത്യമായിട്ടറിയാം. അവൾ അറിഞ്ഞ് നമ്മോട് കൂടെ ഇരുന്ന് എബ്രായർ 4:16 നമ്മൾ വായിക്കുന്ന പോലെ തൽസമയത്ത് വേണ്ടിയ സഹായം നൽകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമുക്ക് തൽസമയത്ത് വേണ്ടിയ സഹായത്തിനു വേണ്ടി കൃപാസനം പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കണം. ആ വാക്യത്തിൽ വായിക്കുന്ന, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിലുള്ള കൃപ പ്രാപിപ്പാനുമായി ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. അതുകൊണ്ട് നമുക്ക് ഈ വലിയ ഉൾക്കാഴ്ച സൂക്ഷിക്കത്തക്കവണ്ണം ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ അവിടെ ഉപദ്രവവും പ്രതികൂലങ്ങളും പരീക്ഷകളും ഒക്കെ ഉണ്ട് എന്ന് പറയുമ്പോഴും നമുക്കവിടെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ടതായ സന്ദേശം, നമ്മുടെ കർത്താവ് നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ വിടുവിക്കും. അതുകൊണ്ട് സഭയുടെ ചരിത്രം പരിശോധിച്ചാൽ എന്തെല്ലാം കഷ്ടതകളിലൂടെയാണ് കർത്താവിൻ്റെ സഭ കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ കടന്നു പോകുവാൻ ഇടയായിട്ട് തീർന്നിട്ടുള്ളത്. ഇത്രയും കഷ്ടതകൾ നേരിടേണ്ടി വന്ന മറ്റൊരു മാർഗം ലോകത്തിൽ ഇല്ല. പക്ഷേ നമ്മുടെ കർത്താവ് അതിലൊക്കെ കൂടെ ഇരുന്ന് നടത്താനിടയായിട്ട് തീർന്നു. മാളികമുറിയിലെ പ്രസംഗത്തിൽ കർത്താവ് പറഞ്ഞായിരുന്നല്ലോ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ പ്രതിസന്ധികളിൽ നമ്മുടെ കർത്താവിൽ മനഃപൂർവ്വമായിട്ടും ആശ്രയിക്കത്തക്കവണ്ണം ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. വെളിപ്പാട് 2-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം ഇവിടെ നമുക്ക് ചേർത്ത് ഓർക്കാം. സ്മുർന്ന സഭയ്ക്കുള്ള ദൂതിൽ നമ്മളത് ഓർക്കാനിടയായിട്ട് തീർന്നിട്ടുള്ളതാണ്. നിൻ്റെ കഷ്ടതയും ദാരിദ്ര്യവും ഒക്കെ തങ്ങൾ യഹൂദന്മാർ എന്ന് പറയുന്നുവെങ്കിലും യഹൂദരല്ല, സാത്താൻ്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും അറിയും. അപ്പോൾ അവിടെ വളരെ ചുരുക്കി അതിൽ ആ വാക്ക് പറഞ്ഞാൽ നിൻ്റെ കഷ്ടതയും ദാരിദ്ര്യവും ദൂഷണവും, സാധാരണ ആളുകളുടെ ദൂഷണമല്ല, പിന്നെ സാത്താൻ്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും
ഞാൻ അറിയുന്നു എന്ന് അവിടെ കർത്താവ് പറയുകയാണ്. നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുണ്ടത് ഈ സഭകൾക്കുള്ള ദൂതുകളിലെല്ലാം പറയുന്നൊരു വാക്കാണിത്, ഞാൻ അറിയുന്നു. അപ്പോൾ വ്യക്തിപരമായി നമ്മുടെ നിജസ്ഥിതിയും നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ കർത്താവിന് വളരെ കൃത്യമായിട്ട് അറിയാം. കുടുംബത്തിൽ നമുക്കുള്ള പ്രയാസങ്ങൾ അറിയാം. ഇവിടെ സഭയോട് പറയുകയാണ്, നിങ്ങൾക്കുള്ള വിഷമം എനിക്ക് അറിയാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ കർത്താവിൻ്റെ വാക്കുകൾ പ്രതികൂലങ്ങളുടെ നടുവിൽ നമുക്ക് എത്രയോ ആശ്വാസമായിരിക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാടിയ പാട്ടാണ് കൈവിടല്ലെന്നെ കർത്താവ് എന്നുള്ള പാട്ട് പാടിയായിരുന്നു. അതിൽ നമ്മൾ ഓർത്തൊരു വലിയ പാഠമുണ്ട്, ഓർക്കുന്നൊരു വലിയ പാഠമുണ്ടല്ലോ, എന്നോട് വിഷമങ്ങൾ വ്യക്തമായി അറിയുവാൻ നിന്നെപ്പോലില്ല എനിക്കാരുമൻ ദൈവമേ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാ പ്രയാസങ്ങളും, ആ പ്രയാസങ്ങളിൽ നാം കടന്നു പോകുന്ന വേദനകളും നമ്മുടെ കർത്താവ് വളരെ കൃത്യമായിട്ടും അറിയുന്നവൻ മാത്രമല്ല, നമ്മൾ ആ വാക്യത്തിൽ കാണുന്ന പോലെ കർത്താവ് അതിൽ നിന്നൊക്കെ വിടുവിക്കുവാൻ പ്രാപ്തനാണ്. അപ്പോൾ സഭകളുടെ ക്രിസ്തു നൽകുന്ന ആശ്വാസം എത്രയോ മനോഹരമാണ്. കഴിഞ്ഞ നാളുകൾക്ക് സഭ കഠിനമായ പ്രതികൂലങ്ങൾ കടന്നു പോയപ്പോൾ കർത്താവ് പറഞ്ഞൊരു വാക്ക് ഓർത്ത് കാണും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് പറഞ്ഞാൽ പാതാള ഗോപുരങ്ങൾ വരും, പ്രയാസങ്ങളുണ്ടാകും, പരീക്ഷകൾ നേരിടും. പക്ഷേ പാതാള ഗോപുരങ്ങൾക്ക് ജയിക്കാനായിട്ട് കഴിയുകയില്ല. നമ്മോട് കൂടെ ഇരിക്കുന്ന നമ്മുടെ കർത്താവ് ക്രൂശിലെ ജയാളിയാണ് എന്നുള്ളതുകൊണ്ട് ആത്യന്തികമായുള്ള വിജയം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അപ്പോൾ ഈ സഭയുടെ കർത്താവ് പറയാം, 10 ദിവസം നിനക്ക് ഉപദ്രവം ഉണ്ടാകും. എന്നിട്ടാണ് പറയുന്നത്, മരണപര്യന്തം വിശ്വസ്തനായിരിക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഉപദ്രവത്തിൻ്റെയും പരീക്ഷകളുടെയും പ്രതിസന്ധികളുടെയും ഒക്കെ മുഖത്ത് നമ്മൾ ക്ഷീണിച്ചു പോകാതെ നമുക്ക് നമ്മുടെ കർത്താവിനോട് ചേർന്നിരിക്കുവാൻ ഇടയായിട്ട് തീർന്നാൽ നമ്മുടെ കർത്താവ് നമ്മെ വിടുവിക്കുന്ന കർത്താവാണ്. ഈ വാക്ക് നമുക്ക് നല്ല പരിചയമുള്ളൊരു വാക്യത്തിലുണ്ട്. ഞാനിത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ആ വാക്യം ഓർമ്മ വരുന്നുണ്ട്. വെളിപ്പാട് പുസ്തകത്തിലാണ് 1-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടാണ് വിടുവിക്കുന്നതിനെക്കുറിച്ച് അവിടെ എടുത്തു പറയുന്നത്. ഒന്ന് വായിക്കാമോ വാക്യം വേഗത്തിൽ? വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാവം പോക്കി നമ്മെ തൻ്റെ വിടുവിച്ച് തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരുമാക്കി തീർത്തവൻ എന്നേക്കും മഹത്വവും. ആമേൻ. അതെ. അപ്പോൾ അവിടെ നമ്മെ സ്നേഹിക്കുന്ന കർത്താവ് നമ്മെ വിടുവിക്കുന്നവനാണ്. അതെത്രയോ മനോഹരമായൊരു സത്യമാണ്. ഏറ്റവും വലിയ ബന്ധനത്തിൽ നിന്ന് കർത്താവ് നമ്മെ വിടുവിച്ചു, പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന്. ബാക്കി എല്ലാ പ്രശ്നങ്ങളും അതിൽ താഴെയേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ കർത്താവിന് നമുക്ക് ഏത് പ്രതിസന്ധികളുടെ നടുവിലും വിടുതൽ നൽകാനായിട്ട് സാധിക്കും എന്നുള്ളതായ അനുഗ്രഹീതമായ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് ഈ പശ്ചാത്തലമെല്ലാം വിശദീകരിച്ച ശേഷമാണ് മരണപര്യന്തം വിശ്വസ്തരായിരിക്കുക എന്ന് നമ്മൾ വായിക്കുന്നത്. വിശ്വസ്തർക്കൊരു കിരീടമുണ്ടല്ലോ, ജീവകിരീടം പ്രാപിക്കും. ഈ ജീവകിരീടത്തെക്കുറിച്ച് നമ്മൾ നേരത്തെയും ചിന്തിച്ചിട്ടുണ്ട്, ഓർക്കുന്നുണ്ടോ? ഈ യാക്കോബിൻ്റെ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ ഈ കാര്യം, ഈ കിരീടത്തിൻ്റെ വാഗ്ദത്വം നൽകപ്പെടുന്നതായി നമ്മൾ കാണുന്നുണ്ട്. നമുക്കൊന്ന് വായിച്ചു പോകാം. 1-12 സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. അപ്പോൾ അവിടെ കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം. ഇവിടെ ജീവകിരീടം കിട്ടുമെന്ന് പറയുമ്പോൾ ആർക്ക് കിട്ടുമെന്നാണ് പറയുന്നത്?
ഈ വാക്യത്തിൽ നമ്മൾ ആദ്യം ചിന്തിച്ച വാക്യത്തിൽ മരണപര്യന്തം വിശ്വസ്തരായിരിക്കുന്നവർക്ക് ലഭിക്കും. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്ന് പോകുന്നതായൊരു സത്യമാണ്. കാരണം ഉപദ്രവത്തിൻ്റെയും പരീക്ഷകളുടെയും പ്രശ്നത്തിൻ്റെയും ഒക്കെ നടുവിൽ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നത് ആരായിരിക്കും? കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് അങ്ങനെ നിൽക്കാനായിട്ട് സാധിക്കുള്ളൂ. കർത്താവിനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ഉപദ്രവം വരുമ്പോൾ ഇട്ടെറിഞ്ഞു പോകാനായിട്ട് കഴിയുകയില്ല. കാരണം ആ സ്നേഹം ഏത് പ്രതിസന്ധിയുടെ നടുവിലും കർത്താവിനോട് ചേർന്ന് നിൽക്കത്തക്കവണ്ണം ഒരുക്കുന്നതായിരിക്കും. ഈ റോമാലേഖനം നമ്മൾ പഠിച്ചപ്പോൾ അതിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ കഷ്ടതയോ പട്ടിണിയോ ഉപദ്രവമോ നഗ്നതയോ ആപത്തോ വാളോ എന്നൊക്കെ പറഞ്ഞ് പൗലോസൊരു നീണ്ട ലിസ്റ്റ് പറയുന്നുണ്ട്. 8-ാം അധ്യായത്തിൽ 34 മുതലുള്ള വാക്യങ്ങളിലാണ് നമുക്കത് വായിക്കാനായിട്ട് സാധിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഞാനത് ഓരോന്നൊന്ന് എണ്ണി നോക്കി. അപ്പോൾ ആ ലിസ്റ്റിൽ 17 കൂട്ടം കാര്യങ്ങൾ പറയുന്നുണ്ട്. ആദ്യത്തെ ലിസ്റ്റിൽ 7 കൂട്ടം കാര്യം പറയുന്നുണ്ട്. അടുത്ത ലിസ്റ്റിലേക്ക് വരുമ്പോൾ വേറെ 10 കൂട്ടം കാര്യങ്ങൾ കൂടി പൗലോസ് പറയുന്നുണ്ട്. എന്നിട്ട് ഒടുവിൽ പറഞ്ഞു നിർത്തുന്നത് എന്താണ്? ഇതൊന്നും കർത്താവിനോട് സ്നേഹത്തിൽ നിന്ന് വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ 17 കൂട്ടം കാര്യങ്ങൾ എഴുതിയിട്ട് ഇതിനൊന്നും കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ മാറ്റാനായിട്ട് പറ്റുകയില്ല. അപ്പോൾ അങ്ങനെ പറ്റുകയില്ല എന്ന് പറയുമ്പോൾ ഈ 17 കൂട്ടം കാര്യമൊന്നും സാധാരണ ആരും ചിന്തിക്കാറില്ല. പക്ഷെ പൗലോസ് അതെല്ലാം ചിന്തിച്ചിട്ട് എടുത്തു പറയുകയാണ്, ഇതൊന്നും എൻ്റെ കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുവാൻ സാധിക്കുന്ന പ്രതികൂലങ്ങളല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പൗലോസിൻ്റെ ആ സമർപ്പണം നമ്മൾ കാണുന്നത് ഏത് പ്രതികൂലത്തിലോ കടന്നു പോയാലും ഏത് ഉപദ്രവം ഏറ്റാലും ഞാൻ ആരോടുകൂടെ നിൽക്കും? കർത്താവിനോട് കൂടെ നിൽക്കും. അപ്പോൾ യാക്കോബ് 12 പറയുന്നതും നമ്മളിപ്പോൾ ചിന്തിച്ച വാക്യത്തിൽ പറയുന്നതും ഒരേ സത്യമാണ്. നാം കർത്താവിനെ സ്നേഹിക്കുമ്പോൾ ഏതു വില കൊടുത്തും പ്രാണൻ കൊടുത്തും കർത്താവിനോട് വിശ്വസ്തരായിരിക്കത്തക്കവണ്ണം നാം ഒരുക്കപ്പെടുവാൻ ഇടയായിട്ട് തീരും. അതുകൊണ്ട് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ വിശ്വസ്ത സാക്ഷിയായി നമ്മുടെ കർത്താവിനെക്കുറിച്ച് ചിന്തിച്ച ബന്ധത്തിൽ നമുക്കും ഈ തലമുറയിൽ വിശ്വസ്തരായിട്ട് ജീവിച്ച് സാക്ഷ്യം വഹിക്കത്തക്കവണ്ണം ദൈവാത്മാവ് നമുക്ക് ഏവർക്കും ധാരാളം ദൈവകൃപ നൽകട്ടെ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കർത്താവിനെ ഏറ്റവും ഉണ്മയായിട്ട് സ്നേഹിക്കാം. നമ്മുടെ കർത്താവിനേക്കാൾ കൂടുതൽ സ്നേഹം ആരോടും വേണ്ട, ഒന്നിനോടും വേണ്ട. അതുകൊണ്ട് നമ്മുടെ കർത്താവിനോട് വില കൊടുത്ത് ചേർന്നിരിക്കത്തക്കവണ്ണം ദൈവാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. ഇവിടെ നാം കാണുന്ന വളരെ മനോഹരമായൊരു സത്യം, ഈ ജീവകിരീടം കൊടുക്കുമെന്നൊക്കെ പറയുമ്പോൾ വിശ്വസ്തരെ ആരാദരിക്കാൻ പോവുകയാണ്? കർത്താവ് ആദരിക്കാൻ പോവുകയാണ്. കർത്താവ് വിശ്വസ്ത സാക്ഷിയാണ്. വിശ്വസ്ത സാക്ഷിയായ കർത്താവ് വിശ്വസ്തരെ നിശ്ചയമായിട്ടും ആദരിക്കും. വിശ്വസ്തരെ ഈ തലമുറയെ ആദരിച്ചു എന്ന് വരികയില്ല. കാരണം ഈ തലമുറയിൽ അവിശ്വസ്തരുടെ അതിപ്രസരമാണ് ഉള്ളത്. അപ്പം അതുകൊണ്ട് വിശ്വസ്തർ ഇവിടെ ആദരിക്കപ്പെടുമെന്ന് വിചാരിക്കേണ്ടതില്ല. പക്ഷെ നമ്മുടെ കർത്താവ് നിശ്ചയമായിട്ടും ആദരിക്കും എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. ഒരു വാക്യം കൂടെ നമ്മൾ ഈ ബന്ധത്തിൽ ചിന്തിച്ച് നമ്മുടെ ഈ പഠനം ഉപസംഹരിക്കാം എന്ന് വിചാരിക്കുകയാണ്. വെളിപ്പാട് ദിവസം 2-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇതോട് ചേർത്ത് ചിന്തിക്കാവുന്ന വളരെ മനോഹരമായ മറ്റൊരു സത്യം നമ്മൾ കാണുന്നുണ്ട്. 13-ാമത്തെ വാക്യം വായിച്ചാട്ടെ. നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താൻ്റെ സിംഹാസനം ഉള്ളയിടം എന്നും ഞാൻ അറിയുന്നു.
നീ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ എൻ്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസോസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. അപ്പോൾ അവിടെ ശരിക്കും അന്തിപ്പാസ് എന്ന ഒരു ഭക്തനെ കുറിച്ചാണ് നമ്മുടെ കർത്താവ് പറയുന്നത്. അപ്പോൾ ഈ ദൂതുകൾ കർത്താവ് നൽകുന്നതാണ്, ഉയർത്തെഴുന്നേറ്റ ശേഷം നൽകുന്നതാണ്, അല്ലേ? ഉയർത്തെഴുന്നേറ്റ ശേഷം നൽകുന്നതാണ്. അപ്പോൾ ഈ ദൂതുകൾ നൽകുന്നതിൻ്റെ ഉള്ളിൽ അതിനു മുമ്പ് ആര് കൊല്ലപ്പെട്ടിട്ടുണ്ട്? അന്തിപ്പാസ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഈ സഭയെ കർത്താവ് പ്രശംസിക്കുമ്പോൾ പറയുന്നത്, എൻ്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ, വളരെ ദൈവഭക്തിയിൽ ജീവിച്ച, വിശ്വസ്തനായി ജീവിച്ച ഈ ദൈവദാസൻ കൊല്ലപ്പെട്ട കാലത്തും നീ എങ്കിലുള്ള വിശ്വാസം സൂക്ഷിച്ചു എന്നുള്ളത് ഒരു പ്രശംസയായിട്ട് ഇവിടെ എടുത്ത് പറയുകയാണ്. അപ്പോൾ ഞാനിവിടെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, അന്തിപ്പാസിൻ്റെ മരണം ഇവരെ മാനുഷികമായ നിലയിൽ വേണമെങ്കിൽ ക്ഷീണിപ്പിക്കാവുന്നതാണ്. പക്ഷേ ഇവരെ അത് ക്ഷീണിപ്പിച്ചില്ല. പിന്നെയോ ഈ മരണം അവർ തീവ്രമായി കർത്താവിൻ്റെ ഭാഗത്ത് നിൽക്കത്തക്കവണ്ണം, ആ നാമത്തെ മുറുകെ പിടിക്കത്തക്കവണ്ണം മുഖാന്തരമായിട്ട് തീർന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. ഞാനൊരു ദൂത് കൈമാറുകയാണ് അവിടെ. ഒരാൾ മരണപര്യന്തം വിശ്വസ്തനായിരുന്നാൽ ആ മരണം മറ്റുള്ളവരെ ഏറെ പ്രചോദിപ്പിക്കും. ആ മരണം കണ്ട ആളുകളൊന്നും അങ്ങനെ തണുത്തോ നിരാശപ്പെട്ടോ പിന്മാറിയോ ഒന്നും പോകില്ല. കാരണം ഒരു വിശ്വസ്തനായ ദൈവഭക്തൻ വിശ്വസ്തത സൂക്ഷിച്ച് കൊല്ലപ്പെടുവാൻ ഇടയായിട്ട് തീരുന്നത് മറ്റനേകർക്ക് ആ മാതൃക പിൻപറ്റത്തക്കവണ്ണം പ്രചോദനമായിട്ട് തീരും. പ്രിയപ്പെട്ടവരെ, ഇത് നാം ദൈവവചനത്തിൽ ഉൾക്കൊള്ളേണ്ടുന്ന വളരെ സുപ്രധാനമായൊരു സത്യമാണ്. ഇതിൻ്റെ മറുവശം ഭയാനകമാണ് കേട്ടോ. പ്രതിസന്ധികളുടെ നടുവിൽ കർത്താവിൻ്റെ സാക്ഷ്യവും തള്ളിപ്പറഞ്ഞ് ഒരാൾ അവിശ്വസ്തനായിട്ട് തീർന്ന് കുറേ നാൾ ജീവിച്ചിരിക്കുന്നു എന്ന് വിചാരിക്കുക. ആ ആളുടെ ജീവിതം മറ്റുള്ള ആളുകൾക്ക് കൂടുതൽ നിരാശയ്ക്ക് കാരണമായിട്ട് തീരുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അന്തിപ്പാസിൻ്റെ ജീവിതം ആ തലമുറയിൽ അനേകർക്ക് പ്രചോദനമായിട്ടുണ്ട്. പക്ഷെ അന്തിപ്പാസിൻ്റെ മരണം അനേകരെ വിശ്വസ്തരായി നിൽക്കത്തക്കവണ്ണം പ്രചോദിപ്പിക്കുവാൻ മുഖാന്തരമായിട്ട് തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രിയിലൂടെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഞാൻ നിങ്ങൾ മരണമരുന്ന് വിശ്വസ്തരായിരുന്നാൽ വേറെ ചിലരെ കൂടി വിശ്വസ്തരുടെ ഗണത്തിലേക്ക് ഉറപ്പിച്ച് നിർത്തത്തക്കവണ്ണം ആ മരണം മുഖാന്തരമായിട്ട് തീരും. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് പറയുന്നൊരു കാര്യം നമ്മൾ ഓർക്കാറുണ്ടല്ലോ, ക്രിസ്തു എൻ്റെ ശരീരത്തിന്മേൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ ഇപ്പോഴും എന്ന പോലെ എപ്പോഴും മഹിമപ്പെടുകയുള്ളൂ എന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് ഒരാൾ വിശ്വസ്തനായിട്ട് കർത്താവിൻ്റെ നല്ല സാക്ഷിയായിട്ട് ജീവിക്കാനിടയായിട്ട് തീർന്നാൽ ആ ജീവിതം കൊണ്ട് ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകും. ആൾ വിശ്വസ്തത സൂക്ഷിക്കാൻ വേണ്ടി, യേശുവിൻ്റെ സാക്ഷ്യം മനോഹരമായി സൂക്ഷിക്കാൻ വേണ്ടി
മരണം ഏറ്റെടുക്കേണ്ടി വന്നാൽ ആ മരണം മറ്റനേകർക്ക് വലിയ പ്രചോദനത്തിന് മുഖാന്തരമായിട്ട് തീരും. അപ്പം അങ്ങനെയുള്ളവർ ജീവിച്ചിരുന്നാലും ക്രിസ്തു മഹത്വപ്പെടും, അവർ മരിച്ചാലും ക്രിസ്തു അവരിൽ മഹത്വപ്പെടുവാൻ ഇടയായിട്ട് തീരും. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, അന്തിപ്പാസിൻ്റെ ഈ ജീവിതം അതിൽ തന്നെ എത്രയോ മനോഹരമായിരിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇനി അന്തിപ്പാസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആ സാക്ഷ്യം ഒന്നങ്ങ് പറഞ്ഞു പോകാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഞാനിന്ന് പോയാൽ വായനത്തിന് മുമ്പൊക്കെ ഇരിക്കുമ്പോൾ എനിക്കേറെ പ്രചോദനം തന്ന 2 വാക്കുകളാണ് സഭകളുടെ ക്രിസ്തു അന്തിപ്പാസിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് ചില കാര്യങ്ങൾ കൂടി ഒന്ന് അതിന്ന് വിശദീകരിച്ച് തീർക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. എങ്കിലും അത് അടുത്ത ദിവസം പറയാമെന്ന് വിചാരിക്കുക. 2 പ്രത്യേകതകൾ എടുത്തു പറയുന്നുണ്ട് കർത്താവ്. എന്താണ് ആദ്യത്തെ പ്രത്യേകത? എന്താണ്? അല്ല, അന്തിപ്പാസിനെ കുറിച്ച് പറയുന്ന 2 പ്രത്യേകത. എൻ്റെ സാക്ഷിയാണ് അല്ലേ? അതെ, അതിൽ ആദ്യത്തെ വാക്ക് നമുക്കൊന്ന് ഓർത്ത് നിർത്താം. എൻ്റെ സാക്ഷിയാണ് അന്തിപ്പാസ് എന്നുള്ളത് കർത്താവ് വളരെ സന്തോഷത്തോടെ എടുത്തു പറയുകയാണ്. അപ്പോൾ ദൈവം ചില ആളുകളെ കുറിച്ച് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. മോശ ഒരു വലിയ പ്രതിസന്ധിയിൽ നിന്ന ചരിത്രം സംഖ്യ 12 നമുക്കതെല്ലാം അറിയാം. എന്ന് പറഞ്ഞാൽ വീട്ടിനകത്തുള്ള പ്രതിസന്ധിയാണ്. പക്ഷേ ദൈവം അഹരോനെയും മോശയും മിര്യാമിനെയും വിളിച്ച് മാറ്റി നിർത്തിയിട്ട് അവിടെ മോശയെക്കുറിച്ച് ദൈവം പറയുന്നത് എൻ്റെ ദാസനായ മോശയ്ക്ക് വിരോധമായി നിങ്ങൾ സംസാരിപ്പാൻ ശങ്കിക്കാതിരുന്നത് എന്താണ്? അപ്പോൾ ശരിക്കും ഇവർ ചേട്ടനും പെങ്ങളും ഒക്കെ ആണെങ്കിലും മോശയ്ക്ക് വിരോധമായി സംസാരിപ്പാനൊരു ശങ്ക അവർക്ക് വേണ്ടതായിരുന്നു. ദൈവം അത് പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു, അത് ന്യായമായതുമായിരുന്നു. പക്ഷേ അവരങ്ങനെ ആ ശങ്ക കൂടാതെ തങ്ങളുടെ അനുജനെതിരെ സംസാരിക്കാനിടയായി തീർന്നപ്പോൾ ദൈവം അവരെ വിളിച്ചു മാറ്റി ചോദിക്കുകയാണ്, എൻ്റെ ദാസനായ മോശയ്ക്ക് വിരോധമായി സംസാരിപ്പാൻ ശങ്കിക്കാഞ്ഞത് എന്ത്? ഞാൻ ആ വാക്കിവിടെ ചേർത്ത് കൊടുത്തു. ഇവിടെ അന്തിപ്പാസിനെ കുറിച്ച് പറയാൻ ഇവൻ എൻ്റെ സാക്ഷിയാണ്. മോശയെക്കുറിച്ച് പറയാണ് എൻ്റെ ദാസനാണ്. അതെന്തൊരു അഭിമാനത്തോടു കൂടിയാണ് ആ വാക്കുകൾ കർത്താവ് പറയുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമുക്ക് കർത്താവിൻ്റെ നല്ല സാക്ഷികളായിട്ട് ഈ തലമുറയിൽ ജീവിക്കാനായിട്ട് സാധിക്കട്ടെ. ഇതിനൊത്തിരി വിശാലമായൊരർത്ഥമുണ്ട്. അതിന്ന് പകൽ ഞാൻ ധ്യാനിക്കാനിടയായി തീർന്നു. അതുകൊണ്ട് അത് പറയണമെന്നൊരു നിർബന്ധം മനസ്സിൽ തോന്നാനും ഇടയായിട്ട് തീർന്നു. ഈ യോഹന്നാൻ എന്തിനാണ് പത്മോസ് ദ്വീപിലേക്ക് പോയതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതെ, ദൈവവചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം. യേശുവിനെ തള്ളി പറഞ്ഞാൽ പത്മോസിലേക്കൊന്നും പോകണ്ട, വിശ്വാസികളുടെ കൂടെ എഫെസോസിൽ താമസിക്കാം. പക്ഷേ യോഹന്നാൻ അതിന് ഒരുക്കമല്ല. അതുകൊണ്ട് ആ സാക്ഷ്യം താൻ സൂക്ഷിച്ചു എന്നുള്ളത് കൊണ്ട് പത്മോസിൻ്റെ ഏകാന്തതയിലേക്ക് മാറ്റപ്പെട്ടു. മാനുഷികമായി ബുദ്ധിപരമായി ചിന്തിക്കുന്ന ആളുകൾ ഇത് മണ്ടത്തരമായി പോയി ചിലപ്പോൾ ചിന്തിക്കാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പോൾ തൽക്കാലം ഒരു വാക്കൊക്കെ അങ്ങ് പറഞ്ഞാലും നാട്ടിൽ താമസിക്കാമായിരുന്നല്ലോ എന്ന് വേണമെങ്കിൽ വിചാരിക്കാം. പക്ഷെ യോഹന്നാൻ അപ്പോസ്തലൻ അതിന് ഒരുക്കമല്ല. അപ്പോൾ കർത്താവിൻ്റെ ആ സാക്ഷ്യത്തിൻ്റെ നൈർമല്യത സൂക്ഷിക്കേണ്ടതിന് വേണ്ടി പത്മോസിൻ്റെ ഏകാന്തതയിലേക്കാണെങ്കിൽ ആകട്ടെ എന്ന് താൻ തീരുമാനിച്ചു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. അപ്പോൾ ഇവിടെ അന്തിപ്പാസിനെ കുറിച്ച് പറയുന്ന ഈ വാക്കുകളും അതും ചേർന്ന് വരുന്നതായ കാര്യമാണ്. അപ്പോൾ ഞാനിവിടെ ചേർത്ത് ഓർക്കാനിടയായി തീർന്ന കാര്യം, ആ ഓർത്തിൻ്റെ ഒരു വഴി ഞാൻ പറഞ്ഞ് അങ്ങ് അവസാനിപ്പിക്കാം.
മഹാനിയോഗത്തിൽ കർത്താവ് നൽകിയിട്ടുള്ളൊരു നിയോഗമാണ് സാക്ഷ്യം വഹിക്കണം എന്നുള്ളത്. അത് ലൂക്കോസ് വിശേഷം 24-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അടുത്ത ആഴ്ച വരുമ്പോൾ നിങ്ങൾ അതൊന്ന് ചിന്തിച്ചുകൊണ്ട് വന്നാൽ നല്ലതാണ്. അവിടെ വായിക്കുന്ന വാക്ക് ഞാനൊന്ന് എടുത്ത് പറയാം. ഇതിന് നിങ്ങൾ സാക്ഷികൾ ആകുന്നു. ലൂക്കോസ് 24:48 വായിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അടുത്ത ആഴ്ച വരുമ്പോൾ അതൊന്ന് നോക്കിക്കൊണ്ട് വരണം. ഇതിന് നിങ്ങൾ സാക്ഷികളാകുന്നു. അപ്പോൾ നമ്മൾ ആ കൊച്ചു വാക്യത്തോടൊരു ചോദ്യം ചോദിക്കുകയാണ്, ഏതിന്? അപ്പോൾ ആ ഏതിനെന്നുള്ളതിൻ്റെ ഉത്തരം ഒന്ന് നോക്കിക്കൊണ്ട് വരണം പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഈ അന്തിപ്പാസിനെ കുറിച്ച് കർത്താവിന് ഇത്രയും അഭിമാനമുള്ളത് കർത്താവ് കൊടുത്തതായ ആ വലിയ നിയോഗം അന്തിപ്പാസ് ശിരസ വഹിച്ച് മരണം വില കൊടുത്തത് സൂക്ഷിക്കുവാനിടയായിട്ട് തീർന്നു. പിന്നെ എൻ്റെ സാക്ഷിയെന്ന് കർത്താവ് അന്തിപ്പാസിനെ കുറിച്ച് എങ്ങനെയാണ് പറയാതിരിക്കുക? അതുകൊണ്ട് ഞാനും നിങ്ങളും കർത്താവിൻ്റെ സാക്ഷ്യത്തിന് വേണ്ടി വില കൊടുത്താൽ, ചില പ്രയാസങ്ങൾ ഏറ്റെടുത്താൽ, ചില ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയാൽ, ഉപദ്രവങ്ങൾ സഹിച്ചാൽ, ഈ നാമത്തിലാണെങ്കിൽ നമ്മുടെ കർത്താവ് നമ്മെക്കുറിച്ച് പറയും, ഇവൻ എൻ്റെ സാക്ഷിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ വലിയ ഉൾക്കാഴ്ച ദൈവാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ നൽകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ സാക്ഷിയായിട്ട് നിൽക്കത്തക്കവണ്ണം ഏത് വിലയും കൊടുക്കാനുള്ളതായ പ്രചോദനമാണ് ദൈവാത്മാവിലൂടെ നമുക്ക് തരുന്നത്. ആ പ്രചോദനം ഉൾക്കൊണ്ട് ജീവിക്കുവാൻ, സാക്ഷ്യം വഹിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ ഞാൻ അടുത്ത ക്ലാസ്സിൽ ഇതിന് എന്നുള്ള വാക്കിൻ്റെ വിശദീകരിക്കാനായിട്ട് ശ്രമിക്കാം. അന്തിപ്പാസിനെ കുറിച്ചുള്ളതായി മനോഹരമായ സാക്ഷ്യം ഈ ചിന്താവിഷയത്തിൻ്റെ ഏറ്റവും മകുടമായിട്ടുള്ളതായൊരു സത്യമായിട്ടാണ് ഇരിക്കുന്നത്. എനിക്ക് നിങ്ങൾക്ക് വിശ്വസ്തരായിരിക്കാൻ സാധിച്ചാൽ നമ്മുടെ തലയിൽ നമുക്കും അതുപോലെ ആകാനായിട്ട് സാധിക്കും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ ചിന്തകൾ നമുക്ക് പ്രചോദനമാകട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.